കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴക്കെടുതിയിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. അപ്പോഴും റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത് സംസ്ഥാനത്ത് പറയത്തക്ക വിധത്തിലുള്ള നാശനഷ്ടങ്ങളോ മറ്റ് സംഭവ വികാസങ്ങളോ ദുരന്ത ഒരു മുഖമോ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. രൂക്ഷമായ വിമർശനം കേൾക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ കിട്ടിയ സമയത്തിന് ഇപ്പോഴത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്താനും ക്യാമ്പുകളിൽ ചില പാർട്ടിക്കാരെ ഇറക്കി കളിക്കാനും ഒക്കെ തന്നെ CPM പെടാപാട് പെടുന്നുണ്ട് എന്നുള്ള വിമർശനം സമൂഹ മാധ്യമങ്ങൾ നിറയുന്നുണ്ട്. അല്ല, ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു, നിങ്ങൾ ന്യായീകരിച്ച് മുഴുകിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. പിണറായി വിജയനോടാണ് ആ ചോദ്യം. ഞങ്ങളുടെ നികുതി പണം എടുത്ത മകളെയും കൊച്ചുമകനെയും ഭാര്യയും കൊണ്ടുപോയി ടൂർ അടിച്ചു വന്നു. പക്ഷെ കേരളത്തിന് വേണ്ട ഡച്ച് മാതൃക എവിടെ? റൂം ഫോർ റിവർ എവിടെ എന്നൊരൊറ്റ ചോദ്യം. ഇനി ന്യായീകരിച്ചുകൊള്ളുക. റൂം ഫോർ റിവർ എന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് നമ്മൾ കണ്ട് ഞെട്ടുന്ന അല്ലെങ്കിൽ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ഗതികേട് നമ്മൾ മനുഷ്യർക്ക് ഉണ്ടാകുകയേ ഇല്ലായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കേരളത്തിൽ റൂം ഫോർ റിവർ പദ്ധതിക്ക് വേണ്ടിയും മറ്റല്ലാത്ത പദ്ധതിക്ക് വേണ്ടിയും റോഡിലെ കുഴി നികത്തുന്ന പദ്ധതിക്ക് വേണ്ടിയും ഒക്കെ തന്നെ അമേരിക്ക, കാലിഫോർണിയ, ലണ്ടൻ, അങ്ങനെ ഇങ്ങനെ നിരവധി രാജ്യങ്ങളിൽ പോയി പഠിച്ച പഠനങ്ങൾ എവിടെ? ആ ചോദ്യത്തിന് മാത്രം ആർക്കും ഒരു ഉത്തരവില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ചാലോ നിങ്ങൾ ഇതൊന്നും അല്ലാതെ മറ്റൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കും. പിണറായി വിജയനെ വിട്ടുപിടിക്കാൻ സമയമായില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ എങ്ങനെയാണ് വിട്ടുപിടിക്കുന്നത്? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില വീഴ്ചകൾ ഈ ഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് വിമർശിക്കപ്പെടുക തന്നെ വേണം. VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഒരു കാരണവശാലും ഇത്തരമൊരു ദുരിതം ഉണ്ടാവുമ്പോൾ ഇങ്ങനെയായിരിക്കും ഈ സംസ്ഥാന സർക്കാർ അതിനെ കാണുക അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിനെ വിലയിരുത്തുക എന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിനു മുൻപുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടില്ല എന്നടിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. 2018 കൂടുതലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥ എന്നുള്ളത്. അല്ലെങ്കിൽ 2018 സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അബിൻ വർക്കി അടക്കമുള്ള ഭരണപക്ഷത്തെ MLA-മാർ കരഞ്ഞു നിലവിളിക്കുകയാണെന്ന് വേണമെങ്കിൽ വളരെ അപേക്ഷിക്കുകയാണ്. മറ്റുള്ള സംഘടനകളോട് ഒന്ന് ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. പക്ഷേ അപ്പോഴും നേരത്തെ ചോദിച്ച ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. എന്തുകൊണ്ട് ഇതിനു മുൻപ് റൂം ഫോർ റിവർ പോലെയുള്ള ഫ്ലഡ് വരാതിരിക്കാനുള്ള, അതായത് ഇത്തരത്തിൽ ഈ വെള്ളപ്പൊക്കം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അതിന്റെ നടപടികൾ എവിടം വരെ എത്തി? അതിന്റെ ബാക്കിയുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അന്ന് പറഞ്ഞ വാക്കുകൾ നിലവിൽ എവിടം വരെ എത്തി നിൽക്കുന്നു? അതിന്റെ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് യാതൊരുവിധ മറുപടിയും ആർക്കുമില്ല. എന്തായാലും മുഖ്യമന്ത്രി VD സതീശന്റെ കൊച്ചിയിലേക്കുള്ള ഹെലികോപ്റ്റർ യാത്ര അടക്കമുള്ളവ വൻ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് പോയത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് അല്ലെന്നും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണാനാണ് എന്നുമാണ് ഇടതു നേതാക്കൾ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടേതായി പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ സതീശന്റേത് ഔദ്യോഗിക യാത്രയാണെന്നാണ് കോൺഗ്രസുകാർ വിശദീകരിക്കുന്നത്. ഈ വിവാദം കൊഴുക്കവെ വെള്ളിയാഴ്ച നടന്ന മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുകയാണ് പ്രമുഖ ഏവിയേഷൻ വിദഗ്ധനായ ജേക്കബ് K. ഫിലിപ്പ്. മുഖ്യമന്ത്രിയുടെ യാത്രയുടെ കൃത്യമായ സമയങ്ങളും ചെലവ് വിവരങ്ങളും വിശകലനം ചെയ്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം വെള്ളിയാഴ്ച നടന്ന ഹെലികോപ്റ്റർ യാത്രയുടെ റൂട്ട് മാപ്പും ഇതിന് പിന്നാലെ സാമ്പത്തിക മാനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ചിപ്സൺ ഏവിയേഷനിൽ നിന്ന് കേരളം വാടകയ്ക്കെടുത്തിട്ടുള്ള VTRGQ എന്ന രജിസ്ട്രേഷനിലുള്ള H145 എയർബസ് ഹെലികോപ്റ്ററാണ് യാത്രയ്ക്കായി ഉപയോഗിച്ചത്. ജൂലൈ 28-ന് ബാംഗ്ലൂരിൽ നിന്നെത്തി ചാലക്കുടിയിലെ ചിപ്സന്റെ പാർക്കിംഗ് കേന്ദ്രത്തിൽ കിടക്കുകയായിരുന്ന ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനായി വെള്ളിയാഴ്ച രാവിലെ 8:13-ന് തിരുവനന്തപുരത്തേക്ക് പറക്കുകയായിരുന്നു. 55 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം രാവിലെ 9:08-ന് തിരുവനന്തപുരത്തെത്തി. മോശം കാലാവസ്ഥയും തിരിച്ചിറക്കലും. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 9:27-ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ 10:57 തിരുവല്ല തടിയൂർ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന് പടിഞ്ഞാറുള്ള ഭാഗത്ത് 8175 അടി ഉയരത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് കാലാവസ്ഥ മോശമായത്. തുടർന്ന് സുരക്ഷ മുൻനിർത്തി തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പറക്കുകയായിരുന്നു. രാവിലെ 11:35-ന് ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് തിരിച്ചിറങ്ങി. പിന്നീട് കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 12:37-ന് വീണ്ടും കൊച്ചിയിലേക്ക് തിരിക്കുകയും ഉച്ചയ്ക്ക് 12:52-ന് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുകയും ചെയ്തു. ഉച്ചയ്ക്ക് 2:20-ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്റർ 7 മിനിറ്റിനുള്ളിൽ ചാലക്കുടിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. 4 മണിക്കൂർ 25 മിനിറ്റിന്റെ ആകെ പറക്കൽ.
വെള്ളിയാഴ്ച മാത്രം ഹെലികോപ്റ്റർ ആകെ 4 മണിക്കൂർ 25 മിനിറ്റാണ് പറന്നതെന്നാണ് ജേക്കബ് കെ ഫിലിപ്പ് കണക്കുകൾ നിരത്തി ചൂണ്ടിക്കാണിക്കുന്നത്. ചാലക്കുടി ടു തിരുവനന്തപുരം 55 മിനിറ്റ്, തിരുവനന്തപുരം ടു തടിയൂർ, തിരുവനന്തപുരം 2 മണിക്കൂർ 8 മിനിറ്റ്, തിരുവനന്തപുരം ടു കൊച്ചി 1 മണിക്കൂർ 15 മിനിറ്റ്, കൊച്ചി ടു ചാലക്കുടി 7 മിനിറ്റ്. സാമ്പത്തിക ബാധ്യത വരുത്തുമോ എന്ന ചോദ്യമുണ്ട്. ഈ യാത്ര സംസ്ഥാന ഖജനാവിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമോ എന്ന ചോദ്യത്തിന് ആയെന്നോ ഇല്ലെന്നോ ഒറ്റയടിക്ക് ഉറപ്പിച്ച് പറയാനാവില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ വാടകയിലും ആദായകരമായ വ്യവസ്ഥകളോടുകൂടിയുമാണ് മുൻ സർക്കാരിന്റെ കാലത്ത് കേരളം ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. GST ഉൾപ്പെടെ പ്രതിമാസം 80 ലക്ഷം രൂപയാണ് ഇതിന്റെ വാടക. ഈ തുകയ്ക്ക് മാസത്തിൽ 25 മണിക്കൂർ പറക്കാമെന്നതാണ് കരാറിലെ വ്യവസ്ഥ. എന്നാൽ 25 മണിക്കൂർ തികയ്ക്കാൻ ഗുജറാത്ത് സർക്കാർ പവൻ ഹംസ കമ്പനിക്ക് നൽകുന്നത് മാസം 2.5 കോടി രൂപയാണ്. ബീഹാർ സർക്കാർ ആകട്ടെ 87 ലക്ഷം രൂപ വാടകയ്ക്ക് പുറമെ പറക്കുന്ന ഓരോ മണിക്കൂറിലും 99,000 രൂപ അധികമായി നൽകേണ്ടി വരുന്നുണ്ട്. കേരളം മാസം നൽകുന്ന 80 ലക്ഷം രൂപയ്ക്ക് 25 മണിക്കൂർ പറക്കാമെന്നിരിക്കെ ജൂലൈ മാസത്തിൽ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഹെലികോപ്റ്റർ എത്ര സമയം ഉപയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ യാത്ര അധിക സാമ്പത്തിക ബാധ്യതയാകുമോ ഇല്ലയോ എന്ന കാര്യമെന്ന് ജേക്കബ് കെ ഫിലിപ്പ് തന്റെ കുറിപ്പിൽ തന്നെ കൂട്ടിച്ചേർത്തു. അതേസമയം CPM ഇതിനെ രൂക്ഷമായ വിമർശനത്തിന് തന്നെയാണ് വഴിവെക്കുന്നത്. മുൻ മന്ത്രി വി ശിവൻകുട്ടി, റഹീം അടക്കമുള്ളവർ രൂക്ഷമായ ഭാഷയിലാണ് ഇതിനെ വിമർശിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേരളം മുങ്ങുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് മുഖ്യമന്ത്രി ഇവിടെ ആസ്വദിക്കുകയായിരുന്നു എന്ന ചിത്രം അടക്കമുള്ള പുറത്തു വന്നതിന് പിന്നാലെ റഹീം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ആദ്യം അവിശ്വസനീയമായി തോന്നിയ ദൃശ്യങ്ങളാണ്, പിന്നെ ഉറപ്പുവരുത്തി. വിവിധ ജില്ലകളിലെ ആയിരക്കണക്കിന് നമ്മുടെ സഹോദരങ്ങൾ ദുരിതത്തിൽപ്പെട്ട പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ചിലവഴിച്ച നിമിഷങ്ങൾ തന്നെയാണ്. സംസ്ഥാന അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ടത് ഭരണാധികാരികളുടെ പ്രാഥമിക കടമയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി കാര്യക്ഷമമായും ഏകോപിപ്പിക്കേണ്ട അടിയന്തര സാഹചര്യമാണ്. എന്നാൽ ഈ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് മലപ്പുറം പൊന്നാനിയിലെ ഒരു യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ അതിഥിയായി എത്തി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സമയം ചെലവഴിക്കുന്നത് തികച്ചും അനുചിതവും അനവസരത്തിലുമായി പോയി. നാട് മുഴുവൻ ഭീതിയിലും ആശങ്കയിലും കഴിയുമ്പോൾ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെ എല്ലാം മറന്ന് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും സർക്കാരുകൾക്കും പ്രാധാന്യം നൽകിയ ഈ നടപടി തികച്ചും അനവസരത്തിലുള്ളതും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. അടിയന്തരമായി മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ റഹീമിന്റെ ഈ പോസ്റ്റിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനൊന്നിനും തൽക്കാലം നിലവിൽ ഈ മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.